സന്ദേശങ്ങളാണോ, വാൽമീകിയുടെ സന്ദേശങ്ങളാണോ ഇവർ പഠിപ്പിക്കുന്നത്? എല്ലായിടത്തും പേർത്തും ഒരു പള്ളിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയുമ്പോ നമുക്ക് വിഷമമുണ്ട്. ഏത് അക്രമ പ്രവർത്തനം ചെയ്യുമ്പോഴും ജയ് ശ്രീരാം എന്ന് വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അവർ ആദരിക്കുന്ന, അവർ ബഹുമാനിക്കുന്ന എല്ലാത്തിനെയും നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ബഹുമാനിക്കാൻ നമുക്കും ബാധ്യതയുണ്ട്. ആ ബഹുമാനങ്ങളോടുകൂടെ പറയുന്നു, നിങ്ങൾ ഈ അതിക്രമ പ്രവർത്തനങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ജയ് ശ്രീരാം എന്ന് വിളിക്കുന്നത്? ഈ അതിക്രമ പ്രവർത്തനങ്ങളെ ശ്രീരാം അംഗീകരിച്ചിട്ടുണ്ടോ? കൈകേയി രാജ്ഞിയുടെ ഉപജാപക പ്രവർത്തനത്തിന്റെ പേരിൽ ദശരഥ രാജാവിന്റെ മക്കളിൽ നിന്നും അധികാരം കൈയാടുവാൻ എല്ലാ അവസരവും ഉണ്ടായിരുന്ന ശ്രീരാമൻ ഭരണത്തിൽ നിന്നും ധ്വംസനായി പുറത്താക്കപ്പെട്ട് ദശരഥ രാജാവിന്റെ ഇളയമകനാകുന്ന ഭരത രാജാവിലേക്ക് ഭരണമേൽപ്പിക്കാൻ പോയപ്പോ കൈകേയി പറഞ്ഞു, ഇവിടെ ഭരതൻ ഭരണം നടത്തുമ്പോ ശ്രീരാമൻ ഉണ്ടായാൽ, ലക്ഷ്മണൻ ഉണ്ടായാൽ, ശ്രീരാമന്റെ സഹധർമ്മിണിയാകുന്ന സീതയുണ്ടായാൽ അദ്ദേഹത്തിന് ഭരണം നടത്തുക സാധ്യമല്ല. അതുകൊണ്ട് അവരെ വനവാസത്തിനയക്കണം. 14 വർഷക്കാലഘട്ടം വനവാസത്തിന് വേണ്ടി പറഞ്ഞേക്കുന്ന സന്ദർഭത്തിൽ ലക്ഷ്മണൻ വന്നിട്ട് ശ്രീരാമനോട് പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദര, അധികാരം നമുക്ക് സ്വന്തമാണ്. നമുക്കാണ് നീതിപരമായി അധികാരം കിട്ടേണ്ടത്. കൈകായി മാതാവിന്റെ ഉപജാപത്തിന്റെ പേരിൽ നമ്മിൽ നിന്നും അധികാരം തട്ടിത്തെറിപ്പിച്ച് ദശരഥ രാജാവിന്റെ ഭരതൻ എന്ന് പറയുന്ന കുമാരനിലേക്ക് ആ ഭരണം കൈമാറ്റം ചെയ്യപ്പെടുമ്പോ നമ്മുടെ അവകാശം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ജനങ്ങളെല്ലാം നമ്മുടെ കൂടെയുണ്ട്, അയോധ്യ നമ്മോടൊപ്പമുണ്ട്, ഇന്ത്യ രാജ്യം മുഴുവനും നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് അധികാരത്തെ നമുക്ക് പിടിച്ചെടുക്കാം എന്ന് ശ്രീരാമനോട് ശ്രീലക്ഷ്മണൻ പറയുന്ന സന്ദർഭത്തിൽ ശ്രീരാമൻ എന്താണ് പറയുന്നത്? മറുപടിയായി പ്രതിവചിക്കുന്നത്. ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണ, ഒരിക്കലും പാടില്ല. രഘുവംശത്തെ, സൂര്യവംശത്തെ, നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മൾ അവമതിക്കാൻ പാടില്ല. നമ്മൾ അനുഭവിക്കുമ്പോ, നമ്മൾ രുചിക്കുമ്പോ വലിയ കയ്പും മുറുപ്പും പ്രയാസവും നമുക്ക് വലിയ മനപ്രയാസങ്ങളും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പിതാവിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നിൽക്കുക എന്നത് രഘുവംശത്തിന്റെ, സൂര്യവംശത്തിന്റെ പാരമ്പര്യം ഇനിയുള്ള ചരിത്ര നാളുകളിൽ, വർത്തമാന കാലഘട്ടങ്ങളിൽ, ഭാവി കാലഘട്ടങ്ങളിൽ അതിനെ സംബന്ധിച്ച് പറയുമ്പോ പിതാവിന്റെ താല്പര്യത്തിന്, ഹിതത്തിന് എതിരായി നിന്ന ഒരു മക്കളായി നമ്മുടെ രണ്ടുപേരെയും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരെയും ആക്രമിക്കാതെ, ആരെയും ഉപദ്രവിക്കാതെ, അധികാരം പിടിച്ചടക്കാതെ വനവാസത്തിന് പോയ ശ്രീരാമൻ എത്ര നിർമ്മലമാണ് അദ്ദേഹം നൽകുന്ന സന്ദേശം. രാവണനെ വധിച്ച കഥ നിങ്ങൾക്കറിയാമല്ലോ. രാവണനെ കൊന്നല്ലോ ശ്രീരാമൻ. ശ്രീരാമൻ കൊല്ലുമ്പോ രാവണൻ ആരാണ്? 10 തലകളുള്ള ആളാണ് രാവണൻ. 10 തല എന്ന് പറയുമ്പോ അതൊരു ഭീകരമായ രൂപമായി നിങ്ങൾ മനസ്സിലാക്കരുത് കേട്ടോ. 10 തല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സാഹിത്യത്തിന്റെ കഴിവാണ്, അദ്ദേഹത്തിന്റെ വേദ പാണ്ഡിത്യമാണ്. അദ്ദേഹത്തിന്റെ 10 തലകളിൽ 4 നാവുകളെ കൊണ്ട് അദ്ദേഹം 4 വേദങ്ങളും പറയുന്ന ആളായിരുന്നു. 6 തലകളെ കൊണ്ട് 6 ശാസ്ത്രങ്ങളും പറയുന്ന ആളായിരുന്നു. ലോകത്തിലെ പ്രശസ്തരായ മുഴുവൻ നർത്തകിമാരോടൊപ്പം നൃത്തം ചെയ്യാനടിയുന്ന വലിയ നർത്തകനായിരുന്നു രാവണൻ. വലിയ വിജ്ഞാനത്തിന്റെ ഉടമയാണ് രാവണൻ. രാവണന്റെ അതിക്രമപരമായ പ്രവർത്തനം സീതയെ സ്വാർത്ഥപരമായി മോഹിച്ച് തട്ടിക്കൊണ്ടുപോയപ്പോ കൊലപ്പെടുത്താൻ വേണ്ടി രാമൻ തീരുമാനിക്കുന്നു. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്, രാമൻ അപ്പോൾ ലക്ഷ്മണനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ലക്ഷ്മണ, രാവണനെ നമ്മൾ വധിക്കാൻ വേണ്ടി പോവുകയാണ്. അവൻ പക്ഷേ വലിയ വിജ്ഞാനത്തിന്റെ നിറഭാണ്ഡമാണ് കേട്ടോ. 4 വേദങ്ങൾ അവനെ അറിയുന്നത് പോലെ, 6 ശാസ്ത്രങ്ങൾ അവൻ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ ലോകത്തെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അതുകൊണ്ട് ലക്ഷ്മണ, അവരിൽ നിന്നും മുഴുവൻ വിജ്ഞാനങ്ങളും നീ കരകരമാവുക. ആ വിജ്ഞാനത്തിന്റെ സ്രോതസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ലക്ഷ്മണൻ രാവണനെ ഗുരുനാഥനായി സ്വീകരിച്ചു. മുഴുവൻ വിജ്ഞാനങ്ങളും ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പകർന്നു. അനന്തരം ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണ, നിന്നെ പഠിപ്പിച്ച ഗുരുനാഥന്റെ മുമ്പിൽ നീ നമസ്കരിക്കുക, അദ്ദേഹത്തെ വണങ്ങുക, അദ്ദേഹത്തെ ആദരിക്കുക. ആദരവിന്റെ പ്രവർത്തനവും പൂർത്തീകരിച്ച് മൗലികമായ ആദരവിന്റെയും മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും മുഴുവൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചാണ് വധശിക്ഷക്കർഹമായ ഒരു തെറ്റ് ചെയ്ത രാവണനെ പോലും ശ്രീരാമൻ കൊലപ്പെടുത്തിയത്. ഇത്രത്തോളം മഹത്തരമായ ഒരു സംസ്കാരം ലോകത്ത് പഠിപ്പിച്ച ശ്രീരാമന്റെ നാമധേയത്തിൽ പാവങ്ങളിൽ പാവങ്ങളാകെ മുസ്ലിങ്ങളെ കൊല്ലാൻ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും മനപ്പാടമിട്ട് 16 വയസ്സ് മാത്രം പ്രായമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ഹാഫിദ് ജുനൈദ് അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ആ പൊന്നുമോൻ ജീവിക്കുന്ന മഹല്ലി ജമാഅത്തിൽ നടത്തുന്ന സന്ദർഭത്തിൽ ഡൽഹിയിലെ കൊണാട്ട് പ്ലാസയിൽ പോയി പുതുവസ്ത്രം വാങ്ങിച്ച് അവന്റെ പ്രിയപ്പെട്ട സഹോദരനോടൊപ്പം തിരിച്ചവന്റെ വീട്ടിലേക്ക് വന്നപ്പോ ആ പൊന്നുമോന്റെ ശരീരം കുത്തിക്കേറി കൊലപ്പെടുത്തിയിട്ട് നിങ്ങൾ വിളിച്ച ജയ് ശ്രീരാം ഉണ്ടല്ലോ, ജയ് ശ്രീരാം എന്ന മഹത്തരമായ ആ നിങ്ങളുടെ മുദ്രാവാക്യത്തെ ഏറ്റവും അധികം മലിനവൽക്കരിച്ച ഒരു പ്രവർത്തനമാണ്. ഇത് പറയാതിരിക്കാനാവില്ല. ഇവരെന്താണ് ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇത് ഹൈന്ദവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനമല്ല.